രാജ്യത്തിന്റെ പരമ്പരാഗത ആക്രമണ ശേഷികൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പുതിയ മിസൈൽ കേന്ദ്രീകൃത സൈനിക രൂപീകരണമായ ആർമി റോക്കറ്റ് ഫോഴ്സ് അഥവാ ARF ഇപ്പോൾ ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുമായി നടന്ന സംഘർഷത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിലാണ് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, വെടിമരുന്ന് ഡിപ്പോകൾ, ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. ഈ ആക്രമണങ്ങളെല്ലാം ഇന്ത്യയുടെ ആധുനിക പരമ്പരാഗത മിസൈൽ സിദ്ധാന്തത്തിന്റെ ഫലപ്രാപ്തി പ്രകടമാക്കുകയായിരുന്നു. എന്നാൽ ഈ നഷ്ടങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇതുവരെയും പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ARFന്റെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം പാകിസ്ഥാന്റെ പരമ്പരാഗത മിസൈൽ പ്രതിരോധത്തിലും വിന്യാസ ശേഷിയിലുമുള്ള വിടവിന്റെ ഒരു അംഗീകാരമായിട്ടാണ് വ്യാപകമായി ഇപ്പോൾ കാണപ്പെടുന്നത്. അതായത് ഈ അടുത്ത ദിവസമാണ് ഒരു ഓസ്ട്രേലിയൻ അനലിസ്റ്റ് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി ഏകദേശം 6 വിമാനങ്ങളാണ് പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് എന്ന തെളിവുകൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ. അതായത് 2025 മെയ് 7 മുതൽ 10 വരെ നടന്ന സൈനിക ഇടപെടലിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ പുതുതായി ഉൾപ്പെടുത്തിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനം 6 പാകിസ്ഥാൻ വിമാനങ്ങൾ നശിപ്പിച്ചതായിട്ടാണ് ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 6 വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് IAF സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും പാകിസ്ഥാൻ ആകാശത്തും കരയിലുമായി ഇതിലും വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഓസ്ട്രിയൻ സൈനിക വ്യോമയാന വിശകലന വിദഗ്ധനായ ടോം കൂപ്പർ പറഞ്ഞത്. പ്രതിരോധ കഴിവുകൾക്ക് പേരുകെട്ട ഇന്ത്യയുടെ S-400 സിസ്റ്റത്തെ ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. 350 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇതിന്റെ നൂതന 40 N6 മിസൈൽ പാകിസ്ഥാൻ പോരാളികളെ സുരക്ഷിതമായ അകലത്തിൽ നിർത്തുന്ന ശക്തമായ ഒരു പ്രതിരോധമാണ് ഇന്ത്യക്ക് വേണ്ടി സൃഷ്ടിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ വിശകലന വിദഗ്ധൻ ടോം കൂപ്പർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 5 എണ്ണം മാത്രമല്ല, കൂടുതൽ പാകിസ്ഥാൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന്റെ തെളിവുകൾ ഉണ്ട് എന്നാണ്. കൂടുതൽ വിമാനങ്ങൾ നിലത്ത് നശിപ്പിച്ചതിന്റെ തെളിവുകളും ഉണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടമെന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. 300 കിലോമീറ്റർ വിജയകരമായ ഈ ഇടപെടൽ എന്ന് പറയുന്നത് സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു പുതിയ ആഗോള മാനദണ്ഡമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയധികം കനത്ത നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ പ്രതിരോധ മേഖല ഏത് രീതിയിലും ശക്തമാക്കാനുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ പാകിസ്ഥാന്റെ മിസൈൽ സേനകൾ പ്രധാനമായും ആർമി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിലായിരുന്നു. ഇതെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ ഫോഴ്സും അതേപോലെ തന്നെ നാഷണൽ കമാൻഡ് അതോറിറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗത പ്രതിരോധത്തിലാണ് ഇവർ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ രൂപീകരിച്ചിരിക്കുന്ന ARF എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതായത് ഈ ARF എന്ന് പറയുന്നത് 70 കിലോമീറ്റർ പരിധിയുള്ള NASR അതായത് തന്ത്രപരമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ, അതേപോലെ തന്നെ 700 കിലോമീറ്ററിനപ്പുറം പരിധിയുള്ള ബാബർ ക്രൂയിസ് മിസൈലുകൾ, 2750 കിലോമീറ്റർ വരെ എത്താൻ കഴിയുന്ന ഭാവിയിലെ ഷഹീൻ സീരീസ് വകഭേദങ്ങൾ തുടങ്ങിയ ഹ്രസ്വ മധ്യദൂര മിസൈൽ സംവിധാനങ്ങളാണ് ഈ സേന പ്രവർത്തിപ്പിക്കുന്നത്. ഇതുകൂടാതെ രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങൾ, അതിജീവനവും പ്രഹരശേഷിയും മെച്ചപ്പെടുത്തുന്നതിന് ഡ്രോണുകൾ, വ്യോമസേന ആസ്തികൾ എന്നിവയുമായി അടുത്ത് സംയോജിപ്പിച്ച് ദ്രുത വിക്ഷേപണ സന്നദ്ധത, മൊബിലിറ്റി, കൃത്യതയുള്ള ടാർഗറ്റിംഗ് എന്നിവയിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ 2022 മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സ് ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ ARFന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഈ IRF അതായത് ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആയുധപുരയിലെ പിനാക്ക മാർക്ക് II ഗൈഡഡ് റോക്കറ്റുകൾ, അതായത് ഇതിന് ഏകദേശം 90 കിലോമീറ്ററോളം ദൂരപരിധി, അതേപോലെ തന്നെ പ്രഹാർ മിസൈലുകൾ ഇതിന് ഏകദേശം 150 കിലോമീറ്റർ, അതേപോലെ തന്നെ പ്രളയ് ക്വാസി ബാലിസ്റ്റിക് മിസൈൽ 500 കിലോമീറ്റർ, 5000 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തുന്ന ഇന്ത്യയുടെ അഗ്നി സീരീസ് എന്നിവയാണ് IRFനുള്ളത്. അതായത് ഉപഗ്രഹ അധിഷ്ഠിത ഇന്റലിജൻസിന്റെ പിന്തുണയോടെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ പെട്ടെന്നുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് IRF രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ARF എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ IRFന് ഒരു എതിരാളിയായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾക്കും വളരുന്ന മിസൈൽ ആധിപത്യത്തിനും നേരെയുള്ള നേരിട്ടുള്ള ഒരു എതിർപ്പാണ് പാകിസ്ഥാന്റെ ഈ നീക്കം എന്നാണ് ഇന്ത്യൻ പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നത്. ആഗോള നിരീക്ഷകർ ഇപ്പോൾ ഇത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇവരുടെ അഭിപ്രായത്തിൽ ആയുധ മത്സരം ത്വരിതപ്പെടുത്തുന്നതിൽ അമേരിക്ക പാകിസ്ഥാനെ സ്വകാര്യമായി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതേസമയം പാകിസ്ഥാന്റെ പ്രാഥമിക പ്രതിരോധ പങ്കാളിയായ ചൈന
മിസൈൽ കൃത്യത മെച്ചപ്പെടുത്തുന്നതിനായി മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, ISR സംയോജനം, ഉപഗ്രഹ അധിഷ്ഠിത ടാർഗറ്റിംഗ് എന്നിവയിൽ സഹായം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. ആണവ പ്രതിരോധത്തെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് വേഗതയേറിയതും വഴക്കമുള്ളതും അതിജീവിക്കാൻ കഴിയുന്നതുമായ ഒരു പരമ്പരാഗത മിസൈൽ ആക്രമണ സേനയെ നിർമ്മിക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു നീക്കം തന്നെയാണിത്. ഇസ്ലാമാബാദിന്റെ നിലവിലുള്ള ആർമി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് പുറമെ ഫത്ത സീരീസ് ഗൈഡഡ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ഉപയോഗിച്ച് പ്രിസിഷൻ ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റങ്ങളിലാണ് ഈ ARF ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ഒരു പടി കൂടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതായത് 2035 ഇരുമ്പ് താഴികക്കുടത്തിന് സമാനമായ ഒരു തദ്ദേശീയ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്രയെ കുറിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ സുദർശൻ ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തീവ്രവാദ ഭീഷണികളെ തടയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. നൂതന നിരീക്ഷണ ഇന്റർസെപ്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയെ മുഴുവൻ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്ര. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ യുവാക്കളുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ പൂർണ്ണമായും ഗവേഷണം ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിച്ച ഒരു സമഗ്രവും തദ്ദേശീയവുമായ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിലാണ് ഈ ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തീവ്രവാദ ആക്രമണങ്ങൾ തടയുക മാത്രമല്ല, ഫലപ്രദമായ പ്രത്യാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വിപുലമായ നിരീക്ഷണം, തടസ്സപ്പെടുത്തൽ, മൾട്ടി ഡൊമൈൻ പ്രതികരണ ശേഷികൾ എന്നിവ സംയോജിപ്പിച്ച് നിർണായകവും സിവിലിയൻ സൈറ്റുകളും സംരക്ഷിക്കുന്നതിനായി ഒരു അയൺ ഡോം പോലുള്ള പ്രതിരോധ കവചം സൃഷ്ടിക്കുക എന്നതാണ് ഇന്ത്യയുടെ സുദർശൻ ചക്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ 2035 ആകുമ്പോഴേക്കും ഈ ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനും ഇന്ത്യ തുടക്കമിടും. ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്ര ശത്രുവിന്റെ ആക്രമണത്തെ നിർവീര്യമാക്കുക മാത്രമല്ല, ശത്രുവിനെ പല തവണ തിരിച്ചടിക്കുകയും ചെയ്യുന്ന ശക്തമായ ഒരു ആയുധ സംവിധാനമായിരിക്കും. ഇത് പൂർണ്ണമായും ഒരു ആധുനിക സംവിധാനമായിരിക്കും. അതായത് ഇസ്രായേലിന്റെ ഇരുമ്പ് താഴികക്കുടം പോലെ എല്ലാ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചമായി ഈ ദൗത്യം പ്രവർത്തിക്കും. ഇന്റഗ്രേറ്റഡ് എയർ ആൻഡ് കമാൻഡ് കൺട്രോൾ സിസ്റ്റവും നെറ്റ്വർക്കും ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സും സംയോജിപ്പിക്കാൻ മിഷൻ സുദർശന ചക്രയ്ക്ക് കഴിയുമെന്നാണ് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെ, അടുത്ത ദശകത്തിനുള്ളിൽ ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് ഇന്ത്യയുടെ ഈ സുദർശൻ ചക്ര. ഈ സുദർശൻ ചക്രയുടെ ദൗത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ ശൃംഖലയെ ഒരു അത്യാധുനിക മിസൈൽ ആക്രമണ സേനയുമായി സംയോജിപ്പിക്കുക എന്നതാണ്. ഇന്ത്യയുടെ അത്യാധുനികവും തദ്ദേശീയവുമായി വികസിപ്പിച്ചെടുത്തതുമായ ശൃംഖലയായ IACCS-നൊപ്പം ആകാശത്തിന് തടസ്സമില്ലാത്ത ഒരു കവചമായിരിക്കും ഇത്. ഇന്ത്യൻ പ്രതിരോധ ശേഷികളെ ഇത് ശക്തിപ്പെടുത്തുകയും ചെയ്യും. വിവിധ സെൻസറുകൾ, റഡാറുകൾ, ആയുധ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു വായു സാഹചര്യ ചിത്രമാണ് ഇത് നൽകുന്നത്. വായു, കര, നാവിക ആസ്തികൾക്കിടയിൽ തടസ്സമില്ലാത്ത ഏകോപനം പ്രാപ്തമാക്കുകയും വ്യോമ ഭീഷണികൾക്ക് ദ്രുത പ്രതികരണം ഇത് ഉറപ്പാക്കുകയും ചെയ്യും. അതെ, നിർദ്ദിഷ്ട ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സും ആക്രമണ ശേഷികളും ചേർത്തുകൊണ്ട് IACCS-നെ ഇത് പൂരകമാക്കും. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര കൃത്യതയുള്ള മിസൈലുകളെ സംയോജിപ്പിച്ച് ഇത് പ്രത്യാക്രമണവും നടത്തും. അതെ, ഇന്ത്യയുടെ ഭാവി വ്യോമ പ്രതിരോധ തന്ത്രത്തിന്റെ മൂലക്കല്ലാണ് ഇന്ത്യയുടെ സുദർശൻ ചക്ര. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.